ലീഗിന്റെ 2025 സീസണിന് മുമ്പ് മെഗാ ലേലം നടക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇതിനുള്ള മുന്നൊരുക്കങ്ങളും 10 ഫ്രാഞ്ചൈസികളും തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ താരങ്ങളെ ലേലത്തിന് മുമ്പ് റിലീസ് ചെയ്യുമെന്നും ആരെയൊക്കെ മെഗാ ലേലത്തിൽ നോട്ടമിടണമെന്നും പല ഫ്രാഞ്ചൈസികളും തീരുമാനിച്ചു എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഇക്കുറി മെഗാ ലേലത്തിന് മുൻപ് 5 കളിക്കാരെ നിലനിർത്താനുള്ള അവസരമാണ് ഫ്രാഞ്ചൈസികൾക്ക് ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. റൈറ്റ് ടു മാച്ച് കാർഡ് ഓപ്ഷൻ ഇക്കുറി ലേലത്തിൽ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ട്. IPL-ൽ 5 തവണ ചാമ്പ്യന്മാരായ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഏതൊക്കെ താരങ്ങളെ നിലനിർത്തുമെന്നറിയാനുള്ള ആകാംക്ഷ ആരാധകർക്കുണ്ട്. MS ധോണി, ഋതുരാജ് ഗെയ്ക്വാദ്, രവീന്ദ്ര ജഡേജ എന്നിവർ ഇതിലുണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2 ഇന്ത്യൻ സൂപ്പർ താരങ്ങളെ ലേലത്തിൽ നോട്ടമിടാൻ ചെന്നൈ പദ്ധതിയിട്ട് കഴിഞ്ഞു. അതിലൊരാൾ രാജസ്ഥാൻ റോയൽസിന്റെ വിശ്വസ്ത താരമാണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളായ R അശ്വിനെ മെഗാ ലേലത്തിൽ നിന്ന് സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2022-ലെ IPL മെഗാ ലേലത്തിൽ രാജസ്ഥാൻ റോയൽസിലെത്തിയ അശ്വിൻ ക്യാപ്റ്റൻ സഞ്ജുവിന്റെ വിശ്വസ്ത താരം കൂടിയാണ്. എന്നാൽ ഇക്കുറി മെഗാ ലേലത്തിന് മുമ്പ് താരത്തെ റിലീസ് ചെയ്യാൻ റോയൽസ് നിർബന്ധിതരായേക്കും. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ചെന്നൈ റാഞ്ചാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. IPL-ൽ മുൻപ് CSKയ്ക്ക് വേണ്ടി 2008 മുതൽ 2015 വരെ കളിച്ച താരം കൂടിയാണ് അശ്വിൻ. ചെന്നൈ സ്വന്തമാക്കിയാൽ തന്റെ സ്വന്തം നാട്ടിലെ ടീമിലേക്കുള്ള മടങ്ങിപ്പോക്ക് കൂടിയാകും അശ്വിന്. IPL-ൽ മൊത്തം 211 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള അശ്വിൻ 180 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമായ മുഹമ്മദ് ഷമിയെ മെഗാ ലേലത്തിൽ നോട്ടമിടാനും ചെന്നൈ സൂപ്പർ കിങ്സിന് പദ്ധതികളുണ്ട്. 2022-ൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ IPL കിരീട നേട്ടത്തിന് പിന്നിൽ സുപ്രധാന പങ്കുവഹിച്ച താരം പരിക്കിനെ തുടർന്ന് 2024 സീസണിൽ കളിച്ചിരുന്നില്ല. നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പേസ് ബൗളർമാരിൽ ഒരാളാണ് അദ്ദേഹം. മെഗാ ലേലത്തിന് മുമ്പ് അദ്ദേഹത്തെ ഗുജറാത്ത് ടൈറ്റൻസ് റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായും താരത്തെ സ്വന്തമാക്കാൻ CSK രംഗത്തുണ്ടാകും. IPL-ൽ ഇതുവരെ 110 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് 34-കാരനായ ഷമി. ഇതിൽ 127 വിക്കറ്റുകളാണ് സമ്പാദ്യം. മെഗാ ലേലത്തിന് മുമ്പ് ഓരോ ടീമിനും നിലനിർത്താൻ സാധിക്കുന്ന താരങ്ങളുടെ എണ്ണം 5 ആയിരിക്കുമെന്നാണ് സൂചന. മഹേന്ദ്ര സിംഗ് ധോണി അടുത്ത സീസണിൽ ലഭ്യമാണെങ്കിൽ അദ്ദേഹത്തെ ഉറപ്പായും ചെന്നൈ റിട്ടൈൻ ചെയ്യും. സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ, ടീമിന്റെ നായകനായ ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരെ നിലനിർത്തുമെന്ന് ഉറപ്പുണ്ട്. സ്റ്റാർ ഓൾറൗണ്ടറായ ശിവം ദുബെ, ശ്രീലങ്കൻ യുവ പേസറായ മതീഷ പതിരാന എന്നിവരും CSKയുടെ റിട്ടൻഷൻ ലിസ്റ്റിൽ കാണുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 2025 IPL-ൽ മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ഉണ്ടാകുമോ എന്നറിയാനും ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മുംബൈക്ക് 5 തവണ കിരീടം നേടിക്കൊടുത്ത രോഹിത്തിൽ നിന്ന് 2024 സീസണിന് മുമ്പായി അപ്രതീക്ഷിതമായി നായകസ്ഥാനം എടുത്തു മാറ്റിയത് മുതൽ ഊഹാപോഹങ്ങളൊക്കെ ശക്തമാണ്. മുംബൈ ഇന്ത്യൻസിൽ തുടരുന്നത് സംബന്ധിച്ച് രോഹിത് ശർമ്മയോ ഫ്രാഞ്ചൈസി മാനേജ്മെന്റോ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല.